ഇന്ന് കർക്കിടകം 1 മനസ്സിനും ശരീരത്തിനും വ്രതശുദ്ധിയുടെ പുണ്യകാലം. നോക്കാം സാന്ദ്ര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാമായണത്തിന്റെ പുണ്യവും പ്രഭാവവും വീടുകളിൽ നിറയ്ക്കുന്ന രാമായണ മാസത്തിന് ഇന്ന് തുടക്കമായി. ഓരോ വീട്ടിലും ഇന്നു മുതൽ രാമായണ പാരായണത്തിന്റെ ശബ്ദം കേൾക്കാനാകും. കർക്കിടകം കഴിഞ്ഞാൽ ഓണം വരും. അതുവരെ ഇതൊരു വ്രതക്കാലം തന്നെയാണ്. പിതൃഘടകമായ കർക്കിടക വാവുബലി നടത്തുക, പിതൃകൃത്യതയെ ഓർക്കുക എന്നത് കർക്കിടക മാസത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക ചിന്താരീതിയായി കണക്കാക്കപ്പെടുന്നു. മഴയുടെയും വറുതിയുടെയും മാസമായ കർക്കിടകം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന മാസവുമാണ്. ഔഷധ ഗുണമുള്ള പച്ചക്കറികളോടും ഔഷധപ്പാടുകൾ ചേർത്തും തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഉള്ള സമയമായതിനാൽ കർക്കിടക മാസത്തിനെ പഞ്ഞമാസം എന്നും പറയാറുണ്ട്. കർക്കിടകത്തിൽ മഴ കാരണം കൃഷിപ്പണികൾ കുറവായതിനാലും വരുമാനം കുറവായതിനാലുമാണ് ഇത്തരത്തിൽ പറയപ്പെടുന്നത്. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണേന്ദു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിമിഷപ്രിയയുടെ വധശിക്ഷ മാപ്പില്ലെന്ന കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. കൊല്ലത്ത് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിച്ചു. മരണപ്പെട്ടത് 13 വയസ്സുകാരൻ മിഥുൻ. കീം റാങ്ക് പട്ടിക ഈ വർഷം മാറ്റമില്ല. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. രണ്ടാമത്തെ വലിയ റൺസുമായി ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യൻ വനിതകളുടെ തേരോട്ടം. 4 വിക്കറ്റ് വിജയത്തോടെ പരമ്പരയിൽ മുന്നിൽ. വാർത്തകൾ വിശദമായി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ വെളിപ്പെടുത്തുന്നത്? കൃഷ്ണേന്ദു, നിലവിൽ ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചെന്ന വാർത്ത വന്നിരുന്നു. എന്നാൽ മാപ്പില്ലെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ദിയാദനം രക്തത്തിന് പകരമല്ലെന്നും വധശിക്ഷയ്ക്ക് വേണ്ടി ഇടപെടുമെന്നും സഹോദരൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. അശ്വതി, നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമാണോ അതോ മറ്റേതെങ്കിലും വഴികളിലൂടെ നമുക്ക് നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കുവാൻ സാധിക്കുമോ? നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ശിക്ഷ നടപ്പാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ യമനി പണ്ഡിതനുമായി ചർച്ച നടന്നു വരികയാണ്. വൈകാതെ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൃഷ്ണേന്ദു, കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി വിളങ്കര സ്വദേശി 13 വയസ്സുകാരൻ മിഥുനാണ് മരിച്ചത്. സ്കൂളിലെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ മിഥുന് ഷോക്കേൽക്കുകയായിരുന്നു. സംഭവം ഇന്ന് രാവിലെ 9:15 കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ പരീക്ഷ കഴിഞ്ഞ് സർക്കാരിന് പ്രോസ്പെക്ടസ് മാറ്റാമോ എന്ന കാര്യം 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഇക്കൊല്ലത്തെ സ്ഥിതി കൂടി നോക്കണമെന്ന് കേരള സിലബസ് വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചെങ്കിലും ഇത് അനിശ്ചിതത്വം ഉണ്ടാക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. സംസ്ഥാനത്ത് 20 വരെ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും അനുഭവപ്പെടുമെന്നും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കുറ്റ്യാടി ചുരത്തിൽ 10ാം വളവിൽ മണ്ണിടിഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ഇന്ന് കാസർഗോഡ്, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. 2020 പരമ്പരയിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ ഏകദിന പരമ്പരയിലും ഇന്ത്യക്ക് വിജയത്തുടക്കം. 1ാം ഏകദിനത്തിൽ ഇന്ത്യ 4 വിക്കറ്റോടെയാണ് ജയമുറപ്പിച്ചത്. 62 റൺസ് എടുത്ത ദീപ്തി ശർമ്മയുടെ മികച്ച ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് കരുത്തായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാപ്പില്ലെന്ന കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹദി BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. കൊല്ലത്ത് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിച്ചു. മരണപ്പെട്ടത് 13 വയസ്സുകാരൻ മിഥുൻ. കീം റാങ്ക് പട്ടിക ഈ വർഷം മാറ്റമില്ല. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിഞ്ഞു. 5 ജില്ലകളിൽ ഇന്ന് അവധി.
രണ്ടാമത്തെ വലിയ റൺസുമായി ഇംഗ്ലീഷ് മണ്ണിൽ ഇന്ത്യൻ വനിതകളുടെ തേരോട്ടം 4 വിക്കറ്റ് വിജയത്തോടെ പരമ്പരയിൽ മുന്നിൽ. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ദിനം അവസാനിക്കുന്നു. നന്ദി.